ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് രാവണവധമാണ്. അതിനുശേഷം ശ്രീരാമചന്ദ്രൻ വിഭീഷണനെ ലങ്കയുടെ രാജാവായി അഭിഷേകം ചെയ്യുന്നു. പിന്നീട് രാവണൻ്റെ ഭാര്യയായ മണ്ഡോദരി സീതാദേവിയെ ശപിക്കുന്നുണ്ട്. സീതയെ കാണാനായി ധാരാളം രാക്ഷസിമാർ അവിടേക്ക് വരുന്നുണ്ട്. അവരൊക്കെ തന്നെ ഇപ്പോൾ വിധവകളാണ്. അതുകൊണ്ട് തന്നെ അവരും സീതയെ ശപിക്കുന്നുണ്ട്. അതിനുശേഷം സീതാദേവി ശ്രീരാമചന്ദ്രൻ്റെ അടുക്കലേക്ക് വരുന്നു. ആ ഭാഗം വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. അങ്ങനെ രാമനും സീതയും തമ്മിൽ കാണുകയാണ്. ആ സമയത്ത് ശ്രീരാമചന്ദ്രൻ്റെ മനസ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഘർഷഭരിതമായിരുന്നു. രാമൻ്റെ മനസ്സിൽ സന്തോഷവും സങ്കടവും ആശങ്കയും ഒരേപോലെ ഉണ്ടായി. കാരണം രാമൻ അറിയാം, ഈ ലോകമാണ്, ഈ ലോകത്തിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്. രാമനേക്കാൾ വിശ്വാസമാണ് സീതയെ. പക്ഷേ ലോകര് എന്തു പറയും എന്നോർത്ത് ആ സമയം രാമൻ വല്ലാതെ വിഷമിച്ചു. അങ്ങനെ എന്തു ചെയ്യും എന്നറിയാത്ത ഒരവസ്ഥയിൽ രാമൻ കരയുകയാണ്. ആ സമയത്ത് രാമൻ ചുറ്റും നോക്കി. എല്ലാവരുടെയും മുഖത്ത് എന്തോ ഒരു ആശങ്ക പോലെ രാമന് തോന്നുകയും ചെയ്തു. അങ്ങനെ രാമൻ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നു. എന്നിട്ട് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില കഠിനമായ വാക്കുകളാണ് ശ്രീരാമചന്ദ്രൻ സീതയോട് പറയുന്നത്. അതായത്, സീതയെ, എനിക്ക് താങ്കളോട് യാതൊരു സ്നേഹവുമില്ല. കഴിഞ്ഞ 10 മാസമായി എങ്ങനെയായിരുന്നു അവിടുന്ന് ജീവിച്ചത് എന്ന് എനിക്കറിയില്ല. ഞാൻ സൂര്യവംശത്തിൽപ്പെട്ട ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായ രാമനാണ്. അങ്ങനെയുള്ള എനിക്ക് ഇങ്ങനെയുള്ള ഒരു സ്ത്രീയെ സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല. ഞാൻ ഇവിടെ വന്ന് അവിടുത്തെ രക്ഷിച്ചത് അവിടുത്തേക്ക് ദുഷ്കീർത്തി ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനാണ് ഞാൻ രാക്ഷസന്റെ കയ്യിൽ നിന്നും അവിടുത്തെ രക്ഷിച്ചത്. ഇനി എനിക്ക് നിങ്ങളെ ആവശ്യമില്ല. സീത ഇഷ്ടമുള്ളിടത്തേക്ക് പൊക്കോളൂ. വേണമെങ്കിൽ വിഭീഷണന്റെ കൂടെ താമസിച്ചോളൂ, അതല്ലെങ്കിൽ സുഗ്രീവന്റെ കൂടെ താമസിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനും സാധിക്കുന്നില്ലെങ്കിൽ ഇഷ്ടമുള്ളിടത്തേക്ക് പൊക്കോളൂ, എനിക്ക് എന്തായാലും വേണ്ട. ഈ സദസ്സിൽ വെച്ച് നമ്മൾ വേർപിരിയുന്നു. ഇങ്ങനെ വളരെ കഠിനമായ വാക്കുകളാണ് രാമൻ്റെ വായിൽ നിന്നും സീതാദേവി കേട്ടത്. സീത ഒന്നും പറഞ്ഞില്ല. സദസ്സാകെ സ്തംഭിച്ചിരിക്കുകയാണ്. സീതാദേവി തൻ്റെ കണ്ണുനീർ പതുക്കെ തുടച്ചു. എന്നിട്ട് പറയുകയാണ്, ഞാൻ ജനകനന്ദിനിയാണ്. എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ ദശരഥനാണ്. എൻ്റെ ഭർത്താവ് രാമനാണ്. എൻ്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം. എന്നിട്ടും എനിക്ക് ഈ ദുർഗതി വന്നല്ലോ. ബാല്യകാലത്ത് ഞാൻ കൊച്ചു ആൺകുട്ടികളുടെ കൂടെ കളിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഞാൻ മറ്റു പുരുഷന്മാരുടെ ശരീരത്തിൽ സ്പർശിച്ചിട്ടില്ല. രാവണൻ എന്നെ കൊണ്ടുപോയി, അതെല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ എങ്ങനെ അവിടെ ജീവിച്ചു എന്നുള്ളത് എനിക്കും ദൈവങ്ങൾക്കും അറിയാം. എന്നിട്ടും എനിക്ക് ഈ ഗതി വന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞ് സീത കരയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഹനുമാൻ വന്നപ്പോൾ എന്നെ വേണ്ട എന്നുള്ള കാര്യം ഹനുമാന്റെ അടുത്ത് പറഞ്ഞു വിട്ടിരുന്നുവെങ്കിൽ ഞാൻ ഇത്രയും കാലം ഈ ദുരിതം അനുഭവിച്ച് ഇവിടെ ജീവിക്കുമായിരുന്നില്ല. അന്നേ വല്ല വിഷം കഴിച്ചോ അല്ലെങ്കിൽ അഗ്നിയിൽ ചാടിയോ എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിച്ചേനെ. ഇങ്ങനെ പറഞ്ഞിട്ട് സീത ലക്ഷ്മണന്റെ നേർക്ക് തിരിഞ്ഞിട്ട് ലക്ഷ്മണനോട് പറയുകയാണ്, ലക്ഷ്മണ, എനിക്ക് ഈ അപവാദം കേട്ടു നിൽക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അഗ്നികുണ്ഡം തയ്യാറാക്കൂ. അങ്ങനെ ഈ അപവാദം ഇല്ലാതാകട്ടെ എന്ന് ലക്ഷ്മണനോട് സീത പറയുന്നു. അപ്പോൾ ലക്ഷ്മണൻ രാമന്റെ മുഖത്തേക്ക് നോക്കുന്നു. രാമൻ അനുവാദം കൊടുക്കുന്നു. അങ്ങനെ ലക്ഷ്മണൻ രാമൻ പറഞ്ഞതനുസരിച്ച് അഗ്നികുണ്ഡം തയ്യാറാക്കുന്നു. ഉടൻ തന്നെ കുരങ്ങന്മാരെല്ലാവരും വിറക് കൊണ്ടുവരുന്നു. അങ്ങനെ അഗ്നി ജ്വലിക്കുന്നു. അതിനുശേഷം 7 തവണ ശ്രീരാമന്റെ പാദങ്ങളിൽ സീതാദേവി വലം വെക്കുന്നു. അതിനുശേഷം അഗ്നിയെ പ്രദക്ഷിണം ചെയ്യുന്നു. അതിനുശേഷം അഗ്നിദേവനെ നോക്കി സീതാദേവി വളരെ പതിഞ്ഞ സ്വരത്തിൽ പറയുകയാണ്,
അല്ലയോ അഗ്നിദേവ, ഈ മകളുടെ പരിശുദ്ധി അങ്ങേക്കറിയാം. ഞാൻ ശുദ്ധയാണെങ്കിൽ അഗ്നി എന്നെ ദഹിപ്പിക്കരുത്. ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ദേവി ആ അഗ്നികുണ്ഡത്തിലേക്ക് പ്രവേശിക്കുന്നു. ഉടൻ തന്നെ ആ അഗ്നിയിലേക്ക് നെയ്ക്കുടങ്ങൾ എടുത്ത് ധാരധാരയായി ഒഴിക്കുന്നു. ആ നെയ്യ് ധാരധാരയായി അഗ്നിയിലേക്ക് ഒഴിച്ചപ്പോൾ അഗ്നി കൂടുതൽ കത്തി ജ്വലിച്ചു. അങ്ങനെ അഗ്നി ആളിക്കത്തി. ആ ആളിക്കത്തുന്ന അഗ്നികുണ്ഡത്തിലേക്ക് സീതാദേവി മറയുകയാണ്. രാമൻ അഗ്നികുണ്ഡത്തിലേക്ക് നോക്കി സീതയെ കാണുന്നില്ല. ശ്രീരാമചന്ദ്രൻ നിലവിളിക്കാൻ തുടങ്ങി. നിലവിളിച്ച് ശ്രീരാമചന്ദ്രൻ ഒരു ഭ്രാന്തനെ പോലെ അവിടെയെല്ലാം ഉരുണ്ട് കിടന്ന് കരഞ്ഞു എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു, ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ സീതയെ തിരികെ നേടിയെടുത്തു. വളരെ ബുദ്ധിമുട്ടിയാണ് ഇവിടെ വരെ വന്നത്. രാവണനെ തോപ്പിച്ചു. 10 തലയുള്ള രാവണൻ, 20 കൈകളുള്ള രാവണൻ, ആ രാവണനെ വധിച്ചു. എന്നിട്ട് സീതയെ വീണ്ടെടുത്തു. പക്ഷേ എന്നിട്ടും സീതയെ എനിക്ക് നഷ്ടപ്പെട്ടു. സീതയില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? എനിക്ക് ജീവിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അയോധ്യയിലേക്ക് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് രാമൻ കരയുകയാണ്. രാമന്റെ കരച്ചിൽ സകല ദേവന്മാരും കേൾക്കുന്നു. അങ്ങനെ ഈ ലോകം മുഴുവൻ കരയുകയാണ് രാമന്റെ കൂടെ. കുരങ്ങന്മാരെല്ലാവരും കരയുന്നു. അങ്കദൻ കരയുന്നു, ജാമ്പവാൻ കരയുന്നു, അങ്ങനെ എല്ലാവരും കരയുന്നു. ആ സമയത്ത് ഹനുമാൻ ലക്ഷ്മണനോട് ചോദിക്കുകയാണ്, എന്തിനാണ് ലക്ഷ്മണ എല്ലാവരും കരയുന്നത്? എനിക്കറിയാം സീതാദേവി എൻ്റെ അമ്മ, ഒന്നും സംഭവിക്കുകയില്ല അമ്മയ്ക്ക്. ഇങ്ങനെ ഹനുമാൻ തറപ്പിച്ച് ലക്ഷ്മണനോട് പറയുന്നു. അപ്പോൾ ഒരു അശരീരി അവിടെ കേൾക്കുകയാണ്. ദേവന്മാരുടെ അശരീരിയാണ്, രാമ കരയരുത്, സീതയെ ഇപ്പോൾ കിട്ടും. പക്ഷേ എന്നിട്ടും രാമൻ കരഞ്ഞു കരഞ്ഞ് ബോധം കെടുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് ബ്രഹ്മാദി ദേവന്മാരൊക്കെ എത്തിച്ചേരുന്നു. കുബേരൻ, വരുണൻ, യമൻ, ദേവേന്ദ്രൻ തുടങ്ങിയ ദേവന്മാരൊക്കെ അവിടെ എത്തിച്ചേരുന്നു. എന്നിട്ട് ബ്രഹ്മാവ് കൈകൂപ്പിക്കൊണ്ട് രാമനോട് ചോദിക്കുകയാണ്, എന്തിനാണ് രാമ കരയുന്നത്? സീതാദേവി അഗ്നിയിൽ മരിക്കുകയില്ല, പിന്നെ എന്തിനാണ് കരയുന്നത്? അങ്ങ് ദേവാദിദേവനല്ലേ? അങ്ങനെയുള്ള അങ്ങ് എന്തിനാണ് ഒരു മനുഷ്യനെ പോലെ കരയുന്നത്? അങ്ങ് നാരായണനും സീത ലക്ഷ്മിയുമാണ്. ഇങ്ങനെ ബ്രഹ്മാവ് രാമനോട് ചോദിക്കുമ്പോൾ രാമൻ പറയുന്ന മറുപടി അതാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കേണ്ടത്. ഞാൻ മനുഷ്യകുലത്തിൽ ജനിച്ചുപോയി, അതുകൊണ്ട് എനിക്ക് മനുഷ്യരെ പോലെ ചിന്തിക്കുവാനും മനുഷ്യരെ പോലെ ജീവിക്കുവാനും മാത്രമേ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ രാമൻ ബ്രഹ്മാവിനോട് പറയുന്നു. അപ്പോൾ ബ്രഹ്മാവ് രാമനെ അറിയിക്കുകയാണ്, അങ്ങ് യാതൊരു കാരണവശാലും വിഷമിക്കേണ്ടതല്ല. അങ്ങ് മഹാവിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണ്. അങ്ങയുടെ അവതാര ഉദ്ദേശം തന്നെ രാവണവധമായിരുന്നു. അങ്ങേക്കല്ലാതെ മറ്റാർക്കും രാവണനെ വധിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് അങ്ങ് വൈകുണ്ഠത്തിൽ നിന്നും ഇവിടേക്ക് മനുഷ്യരൂപത്തിൽ അവതരിച്ചത്. അതുകൊണ്ട് തന്നെ അങ്ങ് ഒരു കേവലം മനുഷ്യനെ പോലെ ചിന്തിക്കേണ്ടുന്നതല്ല. ലക്ഷ്മി ദേവിയെ ആർക്കും തന്നെ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല, അങ്ങ് വിഷമിക്കാതിരിക്കൂ എന്ന് ബ്രഹ്മദേവൻ രാമനോട് പറയുന്നു. അപ്പോഴേക്കും അഗ്നികുണ്ഡത്തിൽ നിന്നും അഗ്നിദേവൻ സീതാദേവിയെ എടുത്തുകൊണ്ടുവരുന്നു. സീതാദേവിയുടെ ശരീരത്തിനോ സീതാദേവിയുടെ വസ്ത്രങ്ങൾക്കോ തലയിൽ ചൂടിയിരിക്കുന്ന പുഷ്പങ്ങൾക്കോ ഒന്നും തന്നെ യാതൊരു കേടും വന്നിട്ടില്ല. അപ്പോൾ അഗ്നിദേവൻ കൈകൂപ്പിക്കൊണ്ട് രാമനോട് പറയുകയാണ്, ഞാൻ പാപപുണ്യങ്ങളുടെ സാക്ഷിയാണ്. ഒളിച്ചു ചെയ്യുന്ന എല്ലാ പാപവും ഞാൻ കാണുന്നുണ്ട്. സീതാദേവിയിൽ ഒരു പാപവും ഞാൻ കണ്ടില്ല. സീതാദേവിയുടെ പരിശുദ്ധിക്ക് ഞാൻ സാക്ഷ്യം വഹിച്ചു. സീതാദേവിയെ സ്പർശിച്ചതുകൊണ്ട് എൻ്റെ ജീവിതം സഫലമായി. ജാനകി ശപിച്ചാൽ രാജ്യം ദഹിച്ചു പോകും. ഇങ്ങനെ പറയുകയാണ് അഗ്നിദേവൻ. എന്നിട്ട് വീണ്ടും ഒരു കാര്യം കൂടി പറയുന്നു, സീതാചരിതം കേൾക്കുന്ന സ്ത്രീകൾക്ക് സർവപാപങ്ങളിൽ നിന്നും മുക്തി ലഭിക്കും എന്നുകൂടി അഗ്നിദേവൻ എല്ലാവരും കേൾക്കെ പറയുന്നു. അതിനുശേഷം സീതയെ രാമന് അഗ്നിദേവൻ സമർപ്പിക്കുന്നു. അതിനുശേഷം അഗ്നിദേവൻ സ്വസ്ഥാനത്തേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെ സീതാദേവിയുടെ പരിശുദ്ധിക്ക് ദേവന്മാരും വാനരന്മാരും സാക്ഷികളാകുന്നു. അതിനുശേഷം ബ്രഹ്മാവ്
രാമനോട് പറയുകയാണ്, രാമ, ഈ പുണ്യകർമ്മം കൊണ്ട് ദേവന്മാർക്ക് എല്ലാവർക്കും രക്ഷ കിട്ടി. അയോധ്യയിലെ ജനങ്ങൾ അങ്ങയെ കാത്തിരിക്കുന്നു. എത്രയും പെട്ടെന്ന് അങ്ങ് അയോധ്യയിലേക്ക് മടങ്ങിപ്പോവുക, പ്രജകളെ പാലിക്കുക. ഭരതനും ശത്രുഘ്നനും അങ്ങയെ ചൊല്ലി അവരുടെ പ്രാണൻ കാത്തു സൂക്ഷിക്കുന്നു. 4 സഹോദരങ്ങളും ചേർന്ന് രാജ്യം ഭരിച്ച് കുടുംബജീവിതം നയിക്കണം. യജ്ഞങ്ങൾ ചെയ്ത് ലോകനന്മ ഉറപ്പിക്കണം. സ്വർഗസ്ഥനായ ദശരഥൻ ഇതാ വന്നിരിക്കുന്നു, ദശരഥനോട് സംസാരിക്കൂ. ഇങ്ങനെ ബ്രഹ്മാവ് രാമനോട് പറയുന്നു. അപ്പോൾ അവിടേക്ക് ദശരഥൻ വരികയാണ്. ദേവവേഷധാരിയായി ദേവരൂപത്തിൽ ദേവരഥത്തിൽ വന്ന പിതാവിനെ രാമനും ലക്ഷ്മണനും നമസ്കരിച്ചു. സീത ഭർത്താവിൻ്റെ പിതാവിനെ വന്ദിച്ചു. അപ്പോൾ ദശരഥൻ പറയുകയാണ്, കൈകേയിയുടെ വാക്കുകളാൽ ദഹിച്ചു പോയ ഞാൻ നിന്നെ കാണാഞ്ഞ് പ്രാണൻ വെടിഞ്ഞു. അഷ്ടാവക്ര മുനി പിതാവിനെ രക്ഷിച്ചതുപോലെ നീ നിമിത്തമാണ് എനിക്ക് സ്വർഗലോകം ലഭിച്ചത്. ലക്ഷ്മണന്റെ ഗുണങ്ങളെ പറ്റിയുള്ള പ്രശംസകളും ഞാൻ കേട്ടു. അയോധ്യയിലെ പൗരന്മാർക്ക് ജന്മം സഫലമായി. നീ രാജാവായി അയോധ്യയെ പരിപാലിക്കണം. ജാനകി നമ്മുടെ കുലത്തിന് അഭിമാനമാണ്. അനുജൻ ഭരതനെ നീ അച്ഛനെ പോലെ പരിപാലിക്കണം. എൻ്റെ മരണത്താൽ ദുഃഖിതനായ ഭരതൻ മാതാവിനെ ഉപേക്ഷിച്ചു. ഭരതൻ നൽകുന്ന ശ്രാദ്ധം എനിക്ക് അമൃതിന് സമമാണ്. അതിനുശേഷം ദശരഥൻ സീതയോട് പറഞ്ഞു, സീതേ, എൻ്റെ വാക്കുകൾ കേൾക്കൂ. നീ കരച്ചിലടക്കൂ. 10 മാസം അസുരഗ്രഹത്തിൽ കഴിഞ്ഞതിനാൽ സ്വദേശത്തേക്ക് കൊണ്ടുപോകുവാനുള്ള രാമന്റെ വിഷമം നീ മനസ്സിലാക്കണം. നീ അഗ്നിശുദ്ധി ചെയ്ത് അത് ഇല്ലാതാക്കി. നിന്റെ മഹത്വം ദേവലോകത്തു പോലും പ്രസിദ്ധമാണ്. നിന്റെ ചരിത്രം ഏതു സ്ത്രീയെയും ശുദ്ധീകരിക്കും. നിന്റെ ചരിത്രം കേൾക്കുന്ന ഏതു സ്ത്രീയുടെയും സർവപാപങ്ങളും ഇല്ലാതാകും. ഇങ്ങനെ ദശരഥൻ രാമനോടും സീതയോടും പറയുന്നു. എന്നിട്ട് എല്ലാവരെയും അനുഗ്രഹിച്ച ശേഷം ദശരഥ മഹാരാജാവ് സ്വർഗലോകത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. പിന്നീട് ദേവേന്ദ്രൻ രാവണനെ നിഗ്രഹിച്ചതിലുള്ള നന്ദി രാമനെ അറിയിക്കുന്നു. പിന്നീട് എല്ലാവരും അയോധ്യയിലേക്ക് യാത്ര തിരിക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പുഷ്പകരഥം വന്നു. ആ രഥത്തിൽ കയറിയിട്ടാണ് പിന്നീട് അവരെല്ലാവരും യാത്ര ചെയ്തത്. അങ്ങനെ അവര് അയോധ്യയിലേക്കുള്ള യാത്രയുടെ മധ്യത്തിൽ ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരുന്നു. പിന്നീട് അവിടെ നിന്നും രാമനും ലക്ഷ്മണനും സീതാദേവിയും സകല വാനരന്മാരും എല്ലാവരും കൂടിയാണ് അയോധ്യയിലേക്ക് പോകുന്നത്. അങ്ങനെ അവർ അയോധ്യയിൽ എത്തിച്ചേർന്നു. അയോധ്യയിൽ എല്ലാവരും സന്തോഷത്തിലാണ്. എല്ലാവർക്കും രാമൻ വന്നിരിക്കുന്നു, രാമൻ തിരിച്ചെത്തിയിരിക്കുന്നു എന്ന് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ രാമൻ എവിടെ എത്തിച്ചേരുന്നു? കൈകേയിയുടെ അന്തഃപുരത്തിലേക്ക് എത്തിച്ചേരുന്നു. കൈകേയി രാമനെ കണ്ട് ലജ്ജയോടുകൂടി പറയുകയാണ്, എൻ്റെ ഏതോ പാപം കൊണ്ട് ഞാൻ നിന്റെ മുമ്പിൽ ദോഷിയാണ്. ദേവകാര്യം നടത്തുന്നതിനായിട്ടാണ് നീ വനത്തിൽ പോയത്. ഞാൻ അതിന് ഒരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ. ഭൂമിയുടെ ഭാരം തീർക്കാൻ അവതരിച്ച വൈകുണ്ഠപതിയാണ് രാമനെന്ന് എല്ലാവർക്കും അറിയാം. രാമൻ അവതരിച്ചതുകൊണ്ട് സൂര്യവംശം പവിത്രമായി. ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുവാനുള്ള ദേവന്മാരുടെ ആഗ്രഹവും സഫലമായി. പക്ഷേ അതിൻ്റെ കളങ്കം എൻ്റെ മേൽ വീണു. ഇങ്ങനെ കൈകേയി ലജ്ജയോടുകൂടി രാമനോട് പറയുകയാണ്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, പുത്ര രാമ, ഒരു വാക്കുകൂടി. ചെറിയമ്മ ഭരതനെ അധികം സ്നേഹിച്ചു. അറിഞ്ഞുകൊണ്ട് തന്നെ നിനക്ക് ഒരുപാട് ദുഃഖങ്ങൾ ഞാൻ തന്നു. ചീത്ത വാക്കുകൾ പറഞ്ഞു. ദുഃഖങ്ങളുടെയും സുഖങ്ങളുടെയും ദാതാവായ നീ എന്നോട് ഒരു ദേഷ്യവും കാണിക്കാതെ എപ്പോഴും സ്നേഹമായി തന്നെ നിൽക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ
വളരെ സങ്കടത്തോടു കൂടി കൈകേയി രാമനോട് പറയുകയാണ്. ചെറിയമ്മ ഇങ്ങനെ തൻ്റെ വിഷമം പറഞ്ഞപ്പോൾ രാമൻ കൈകേയി ആശ്വസിപ്പിക്കുന്നു. അമ്മയുടെ കുറ്റമല്ല ഇതൊന്നും, ഇതെല്ലാം വിധി മാത്രമാണ്. വിധിയുടെ നിശ്ചയം അനുസരിച്ചാണ് ഇതെല്ലാം സംഭവിച്ചത്. അമ്മയുടെ അനുഗ്രഹത്താലാണ് രാവണനെ വധിക്കുവാൻ സാധിച്ചത്. അമ്മ നിമിത്തമാണ് സുഗ്രീവനെ മിത്രമായി കിട്ടിയത്. ലക്ഷ്മണന്റെ ഭക്തി എത്രത്തോളം ഉണ്ട് എന്ന് അറിഞ്ഞത് അമ്മയുടെ വാക്കുകൾ കൊണ്ടാണ്. സീതയുടെ സ്ത്രീത്വത്തിൻ്റെ മാറ്ററിഞ്ഞത് അതിനും കാരണം അമ്മയാണ്. ഇങ്ങനെ പറഞ്ഞ് കൈകേയിയെ രാമൻ ആശ്വസിപ്പിക്കുന്നു. പിന്നീട് പട്ടാഭിഷേകമാണ്. അങ്ങനെ എല്ലാവിധ ബഹുമാനങ്ങളോടും കൂടി, എല്ലാവിധ ചടങ്ങുകളോടും കൂടി രാമനെ രാജാവായി അഭിഷേകം ചെയ്യുന്നു. ആ സമയത്ത് സകല ദേവന്മാരും അവിടെ എത്തിച്ചേരുന്നു. ദേവന്മാരെല്ലാവരും തന്നെ ധാരാളം സമ്മാനങ്ങൾ രാമനും ജാനകിക്കും കൊടുക്കുന്നു. അങ്ങനെ രാമനും എല്ലാവർക്കും തിരിച്ച് ഉപഹാരങ്ങൾ കൊടുക്കുന്നു. സുഗ്രീവനും ജാമ്പവാനും ഒക്കെ തന്നെ ധാരാളം ഉപഹാരങ്ങൾ കൊടുക്കുന്നു. പക്ഷേ ഹനുമാൻ ഇങ്ങനെ നോക്കുകയാണ്. ഹനുമാന് മാത്രം ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ സീതാദേവി രാമൻ തനിക്ക് നൽകിയ രത്നഹാരം തൻ്റെ കഴുത്തിൽ നിന്നും ഊരിയെടുക്കുന്നു. പലതരം രത്നങ്ങൾ പതിച്ചുണ്ടാക്കിയ ദിവ്യമായ ഒരു ഹാരമായിരുന്നു അത്. വലിയ വലിയ സേനാപതികൾ നോക്കി നിൽക്കുകയാണ്. ആർക്കാണ് ദേവി ആ മാല കൊടുക്കുന്നത്? സീത അത് കയ്യിൽ വെച്ചുകൊണ്ട് രാമനെ നോക്കി. ആ മാല ആർക്കു വേണമെങ്കിലും നൽകിക്കൊള്ളുവാൻ രാമൻ സീതയോട് പറയുന്നു. സീത പലവട്ടം പലർക്കും ജീവൻ പകർന്നു നൽകിയ അത്ഭുത പരാക്രമിയായ ഹനുമാനെ നോക്കുകയാണ്. ഹനുമാൻ സീതാദേവിയുടെ അടുക്കലേക്ക് ചെന്ന് ആ പ്രസാദം വാങ്ങിച്ചു. അതിനുശേഷം ആ മാല ഹനുമാൻ തൻ്റെ കഴുത്തിൽ അണിഞ്ഞു. അപ്പോൾ ജാനകി പറയുകയാണ്, ഈ ഭൂമി എത്ര കാലം ഉണ്ടായിരിക്കുമോ അത്രയും കാലം രോഗമോ ശോകമോ തീണ്ടാതെ അക്ഷയനായി അമരനായി നീ ജീവിച്ചാലും എവിടെയൊക്കെ രാമനാമം ഉച്ചരിക്കുന്നുവോ അവിടെയൊക്കെ എത്തിച്ചേരുന്നതിന് നിനക്ക് കഴിയട്ടെ. ഇങ്ങനെ സീത ഹനുമാനെ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ ആ മാല, ആ രത്നഹാരം, ശ്രീരാമൻ ജാനകിക്ക് നൽകിയ രത്നഹാരം ഇപ്പോൾ ഹനുമാന്റെ കഴുത്തിൽ കിടക്കുന്നു. ഹനുമാൻ ചിരിച്ചുകൊണ്ട് ആ മാല കയ്യിലേക്ക് എടുക്കുന്നു. അതിനുശേഷം പല്ലിളിച്ചുകൊണ്ട് അത് തുണ്ടം തുണ്ടമാക്കുന്നു. ലക്ഷ്മണൻ അത് കണ്ട് ചിരിച്ചു. എന്നിട്ട് കോപത്തോടു കൂടി രഹസ്യമായി രാമനോട് ചോദിക്കുകയാണ്, മൃഗജാതിയിൽപ്പെട്ട വാനരന് ചാബല്യമുണ്ടാകും. എന്തിനാണ് ആ വാനരന്റെ കഴുത്തിൽ ഈ രത്നമാല ഇട്ടത്? ഇത് കേട്ടപ്പോൾ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, എന്തിനാണ് ആ രത്നമാല പൊട്ടിച്ചു തുണ്ടം തുണ്ടമാക്കിയത് എന്ന് ഹനുമാനോട് ചോദിക്കൂ. അപ്പോൾ ഹനുമാൻ കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ്, വളരെ വിലയേറിയതാവും എന്നു കരുതിയാണ് ഞാൻ ഈ മാല മേടിച്ചത്. ഈ മാല കയ്യിൽ കിട്ടിയപ്പോഴാണ് മനസ്സിലായത് ഇതിൽ രാമനാമം ഇല്ലെന്ന്. രാമനാമമില്ലാത്ത ഏതു ധനവും ഉടൻ തന്നെ ഉപേക്ഷിക്കണം. അങ്ങനെയുള്ള ഒരു ധനം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഇങ്ങനെ ഹനുമാൻ പറയുകയാണ്. എന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും ഈ മാല ഇങ്ങനെ പൊട്ടിച്ച് തുണ്ടം തുണ്ടമാക്കുന്നു, എനിക്ക് വേണ്ട എന്ന നിലയിൽ. അപ്പോൾ ലക്ഷ്മണൻ വീണ്ടും ഹനുമാനോട് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അല്ലയോ ഹനുമാനെ, നിന്റെ ശരീരത്തിൽ രാമനാമമൊന്നും ഞാൻ കാണുന്നില്ലല്ലോ. എന്നിട്ട് വെറുതെ നീ എന്തിനാണ് ഈ ശരീരവും കൊണ്ട് നടക്കുന്നത്? രാമനാമമില്ലാത്ത ഈ ശരീരം നീ ഉടൻ തന്നെ ഉപേക്ഷിക്കുക. ഇങ്ങനെ ലക്ഷ്മണൻ ഹനുമാനോട് പറയുന്നു. അപ്പോൾ ഹനുമാൻ തൻ്റെ നഖങ്ങൾ മാറിലാഴ്ത്തി മാറിടം പിളർന്നു. അസ്ഥികളിലെല്ലാം രാമനാമം, ലക്ഷം ലക്ഷം രാമനാമം സദസാകെ നടുങ്ങി, അമ്പരന്നു പോയി. അത് കണ്ടപ്പോൾ ലജ്ജിതനായ ലക്ഷ്മണൻ മുഖം കുനിച്ചു.
പിന്നീട് ഹനുമാനോട് പറഞ്ഞു, പവനനന്ദന, നിന്നെ പോലൊരു ശ്രീരാമ ഭക്തൻ വേറെയില്ല. രാമനെ അങ്ങറിയുന്നു, രാമൻ അങ്ങയെയും. ആ മഹത്വത്തിന് ഞാൻ എന്തു വിലയാണ് നൽകേണ്ടത്? ഞാൻ എങ്ങനെ അറിയാനാണ് നിങ്ങളുടെ മഹത്വം? ഇങ്ങനെ ലക്ഷ്മണൻ കൈകൂപ്പിക്കൊണ്ട് ഹനുമാനോട് പറയുന്നു. അപ്പോൾ ഹനുമാൻ പറയുകയാണ്, രാമൻ്റെ ദാസനാവുക എന്നതിനപ്പുറം എനിക്ക് മറ്റെന്താണ് ഒരു ധനം? ഹനുമാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ട് ശ്രീരാമൻ പുഞ്ചിരി തൂകുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഇതോടുകൂടി യുദ്ധകാന്ഡം അവസാനിച്ചു. ഇനി ഉത്തരകാന്ഡമാണ്. അത് നമുക്ക് അടുത്ത ദിവസങ്ങളിലായി കുറേശ്ശെയായി കഥാരൂപത്തിൽ പറയാം. ഹനുമാന്റെ ഭക്തി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഹനുമാൻ ഇങ്ങനെ തൻ്റെ മാറ് പിളർക്കുന്നതും ശ്രീരാമചന്ദ്രനെയും സീതാദേവിയും ആ മാറിൽ കാണുന്നതുമൊക്കെ, ആ പടമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ അല്ലേ? ഈ ഒരു സന്ദർഭത്തിൽ തൻ്റെ അസ്ഥികളിലെല്ലാം രാമനാമം എഴുതി വച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഹനുമാൻ. അതായത് ഓരോ രോമകൂപത്തിലും ഓരോ അസ്ഥികളിലും രാമനാമം മാത്രമായിരുന്നു ഹനുമാന്റെ. അത്രയും വലിയൊരു ഭക്തൻ ഇല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഹനുമാനെ പ്രാർത്ഥിച്ചതിനു ശേഷം എല്ലാവരും രാമനെ പ്രാർത്ഥിക്കുന്നത്. കാരണം ആദ്യം ഹനുമാനെ പ്രാർത്ഥിക്കണം, എങ്കിൽ മാത്രമേ എന്നോടുള്ള പ്രാർത്ഥനയ്ക്ക് പൂർണ്ണതയുണ്ടാവുകയുള്ളൂ എന്നാണ് ശ്രീരാമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഉത്തരകാന്ഡമാണ്. അത് നമുക്ക് കുറേശ്ശെയായിട്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ പറയാം. എല്ലാവരും പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.